ശ്രീജിത്ത്, വിഴിഞ്ഞത്ത് ആഘോഷം തുടങ്ങിയിരിക്കുന്നു. വിഴിഞ്ഞം ഈ ഒരു രാത്രി ഉറങ്ങില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യ രണ്ടാമത് വീണ്ടും G20 ലോകകപ്പ് നേടുമ്പോൾ അതിൽ ഒരു മലയാളിയുടെ കൈ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരന്റെ സഞ്ജു വി സാംസന്റെ, തുടക്കത്തിൽ പോലും ടൂർണമെന്റിൽ ഇല്ലാതിരുന്ന ഒരു താരം ഏറ്റവും അവസാനം ഫൈനലിലേക്ക് എത്തി. താൻ എന്താണ് വിഴിഞ്ഞത്തിന്റെ കരുത്ത്, കേരളത്തിന്റെ കരുത്ത് എന്ന് തെളിയിച്ച ഒരു മത്സരമായിരുന്നു ഇത് എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് കാണാം ആ വലിയ സ്ക്രീനിന് മുന്നിൽ സഞ്ജു ടൂർണമെന്റിന്റെ താരം എന്ന ആ ഒരു പട്ടം വാങ്ങുന്നത് കാണുന്നതിന് വേണ്ടി നിൽക്കുന്ന ആരാധകരുടെ വലിയൊരു കൂട്ടം. പ്രായഭേദമന്യേ ആളുകൾ ഇവിടെ വന്നിരുന്ന സഞ്ജുവിന് വേണ്ടി ചീർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. ഇപ്പോഴും സഞ്ജു വി സാംസൺ, ചേട്ടാ സഞ്ജു കലക്കി, നമ്മുടെ പിന്നെ അല്ലാതെ സഞ്ജു നമ്മുടെ മുത്തായ സഞ്ജു, നമ്മുടെ മുത്തായ സഞ്ജു, നമ്മുടെ മുത്തായ സഞ്ജു ഇതേപോലെ അവസരങ്ങൾ കൊടുക്കുന്നു. സഞ്ജു സഞ്ജു അടിപൊളിയായിരുന്നു. ചേട്ടൻ പവറാക്കി ഇന്ത്യ കപ്പ് ചേട്ടൻ വന്നില്ലേ, ചേട്ടൻ ചെയ്യാൻ വന്നില്ലേ. നമ്മുടെ സഞ്ജു മലയാളി, ഓരോ മലയാളിക്കും അഭിമാനവും ആവേശവും സന്തോഷമായി ആക്കിയത് സഞ്ജു. സഞ്ജു അവനെ തള്ളി പറഞ്ഞ എല്ലാവർക്കും നല്ല തക്കതായ ഒരു മറുപടി. 5 കളിയിൽ നിന്ന് 321 റൺസ് ഓടിച്ച് ഈ T20 കളിലെ മോസ്റ്റ് വാല്യൂ പ്ലെയർ ആയിട്ട് മാറി സഞ്ജു. സഞ്ജുയുടെ അഭിമാനവും ഞങ്ങളുടെ ഇത് സഞ്ജു തീർന്നു. കുടുംബത്തിലൊരു അംഗമാണ് സഞ്ജു, കുടുംബത്തിന്റെ ഒരു അംഗമാണ്. നമ്മുടെ സ്വത്താണ്, നമ്മുടെ മുത്താണ്, കേരളത്തിന്റെ മുത്താണ്. വിഴിഞ്ഞം എന്തായാലും അലതല്ലുന്നത് അല്ലെങ്കിൽ ആഞ്ഞടിക്കുന്നത് വിഴിഞ്ഞം നമുക്കറിയാം. തുറമുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കാൾ ശക്തിയുണ്ട്. സഞ്ജുവിന് വേണ്ടിയിട്ടുള്ള ഈ ഓരോ ആളുകളുടെ പ്രാർത്ഥന, കളി തുടങ്ങിയത് മുതൽ അതിന്റെ അവസാനം വരെ സഞ്ജു വി സാംസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത്. ചേട്ടാ സഞ്ജു എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഫോണിന്റെ കാര്യത്തിൽ വരെ തീരുമാനം എന്നിരുന്നാൽ പോലും എനിക്ക് അവ ഒന്നല്ല. സഞ്ജു ഇന്ന് കപ്പടിച്ചതിന്റെ ആ ഒരു പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാർ നിലയിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനം തോന്നുന്ന നിമിഷമാണ് എന്തായാലും. തീർച്ചയായിട്ടും വേൾഡ് കപ്പിലേക്ക് പ്രത്യേകിച്ച് 89 റൺസ് നോട്ട് ഔട്ട്, ഇതുവരെ കോഹ്ലിയുടെ റെക്കോർഡുകൾ അടക്കം മറികടന്നു. വിഴിഞ്ഞത്തുകാരൻ എന്താണ് പറയുന്നത്? അതെ, വിഴിഞ്ഞത്തുകാരൻ നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പോൾ ഏറെ അഭിമാനം തോന്നുന്ന നിമിഷമാണ് എന്തായാലും. ഇന്ത്യക്കാർ ആകമാനം ഈ പറയുന്ന നിമിഷത്തിൽ ആഘോഷിക്കുമ്പോഴേക്ക് തീർച്ചയായിട്ടും നാട്ടുകാരനായ സഞ്ജു ഞങ്ങൾക്ക് ഏവർക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണ് എന്തായാലും. 89 ഞങ്ങൾ 100 അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ജസ്റ്റ് മിസ്. സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. തുടക്കത്തിലൊന്നും ടൂർണമെന്റിലേ ഇല്ലാതിരുന്നു. നമുക്ക് ഏറ്റവും അവസാനത്തെ 3 കളിയിലാണ് നമുക്ക് കിട്ടിയത്. ആ 3 കളികൾ ഗംഭീരമായി തന്നെ കൊടുത്തില്ലേ. കിവീസിന് ട്രിവാൻഡ്രത്ത് എന്ത് കിട്ടിയോ? ട്രിവാൻഡ്രത്ത് കിവീസ് എന്ത് സഞ്ജുവിന് കൊടുത്തോ അതിനുള്ള മറുപടി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓ ചേട്ടാ, ഒരു ഡൂ ഓർ ഡൈ മാച്ചസിൽ 3 മാച്ചസ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് 80s 90s അടിക്കുന്ന ഒരു പ്ലെയർ ഇതുവരെ എൻ്റെ ഓർമ്മയിലില്ല. ആ ഒരു പ്ലെയറാണ് ഇന്ന് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്. 2007 ഞാനും നിങ്ങളും ഒക്കെ കൈയടിച്ചിട്ടുണ്ടാവും ശ്രീശാന്ത് നേടിയ ഒറ്റ ക്യാച്ചിൽ. പക്ഷെ ഇന്ന് അതേ ഒരു മലയാളി വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്തുകൊണ്ട് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് സഞ്ജുവാണ്. ഒറ്റ വാക്കേ പറയാനുള്ളൂ, സഞ്ജു ചേട്ടൻ പൊളിയാണ്, അത്രേ ഉള്ളൂ. സഞ്ജു ലോകകപ്പ് ഒക്കെ ആയിട്ട് തിരിച്ച് വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പக்கம் എന്ത് സ്വീകരണം കൊടുക്കും? ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സഞ്ജുവിന് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സ്വീകരണം കൊടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം മാർച്ച് 28-ന് IPL തുടങ്ങുകയാണ്. അതായത് സമയം എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിലും ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്യും. ഇവിടെ വിഴിഞ്ഞത്തെ എല്ലാ ഇടവക മുഴുവനും എല്ലാ ക്ലബ്ബുകളും ചേർന്ന് വലിയൊരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്ലാൻ. അതായത് ആ കാണുന്ന ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് അവസാനമായിട്ട് ഇവിടുന്ന് പോയത് നേരെ വേൾഡ് കപ്പിലേക്കാണ്. ആ പോകുന്ന വഴിക്ക് സഞ്ജു പറഞ്ഞിരുന്നു, എത്ര വലിയ തിരക്കാണെങ്കിലും എത്ര വേൾഡ് കപ്പ് ആണെങ്കിലും തിരിച്ച് ഞാൻ വിഴിഞ്ഞത്തേക്ക് വരും, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്നുള്ള യാത്രയാണെന്ന് അടക്കം സഞ്ജു പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ആവേശത്തോടു കൂടി സഞ്ജു വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയും? ഉറപ്പാണ്. കാരണം സഞ്ജു ഏതൊരു വേദിയിൽ പോയിട്ടും എപ്പോഴും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഞാനൊരു വിഴിഞ്ഞംകാരനാണ്. ഇവിടെ വന്നിട്ട് പറഞ്ഞത് വിഴിഞ്ഞംകാർക്ക് ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ അവൻ ജനിച്ച മണ്ണിനെ ഒരിക്കലും മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൻ ഒരിക്കലും മറക്കില്ല. ദൃശ്യങ്ങളാണ് അവിടെയും വലിയ